9:30 സുന്ദരി സുന്ദരി എന്നെ കൂട്ടാതെ പോയി ഈ പ്രേതാലയത്തിൽ ഒറ്റക്കിട്ടിട്ട്. ഉറങ്ങിപ്പോയി പണ്ടാരം. അവിടെ കൂടെ പോയാൽ മതിയായിരുന്നു. ഇവിടെ കിടന്നിങ്ങനെ ഞാൻ അനുഭവിക്കണമില്ല ഈശ്വര. പകലാണ്ട് ചിലപ്പം പ്രേതം വരത്തില്ലായിരിക്കും. ചേച്ചി കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, കാണിച്ചോട്ടെ? വേണ്ട വേണ്ട ചേച്ചി ഫ്ലോർ ക്ലീനർ ഒക്കെ ഉണ്ട് നല്ല. എൻ്റെ പൊന്നു കൊച്ച, ഇവിടെ ഒരുപാട് ആൾക്കാർ കൊണ്ടുവരുന്നത്. ഇവിടെ ഒന്നും വേണ്ട, ചെന്നാട്ടെ. പകൽ സമയത്ത് ശല്യം ഉണ്ടാവത്തില്ല. തുടങ്ങി തുടങ്ങി തമിഴത്തി പാട്ട് കച്ചേരി തുടങ്ങി. ഉണ്ടാതിരിക്കാം, പ്രകോപിച്ചാലല്ലേ ഉള്ളു കുഴപ്പം. കുറച്ചു നേരം പാടിയിട്ട് അങ്ങ് പൊക്കോട്ടെ. ഓ, സ്പീക്കർ വെച്ചുള്ള പരിപാടിയായിരുന്നല്ലേ. ഹലോ ഹലോ, എടി നീ എന്താ എന്നെ വിളിക്കാതെ പോയത്? ആ ശരി, എന്തായാലും ഞാനൊരു കാര്യം കണ്ടുപിടിച്ച്. നീ വിചാരിക്കുന്ന കണക്ക് ഇവിടെ പ്രേതവും ഇല്ല, ഒരു മണ്ണാൻ കട്ടയില്ല. എല്ലാ ബ്രോക്കർ കള്ളന്റെ പരിപാടിയാ. നമ്മൾ കേട്ട പാട്ടില്ലേ, അത് ശരിക്കും പാട്ടല്ല എടി, അതിവിടെ സ്പീക്കർ വെച്ച് അയാൾ ഇടുന്നതാ. നമ്മളെ പൊട്ടന്മാരാക്കി പേടിപ്പിച്ച് ഈ വീട് അയാൾക്ക് ചുളു വിലയ്ക്ക് തട്ടിയെടുക്കണം. മനസ്സിലായോ? ഗോസ്റ്റ് ഹൗസ് നമ്മൾ കണ്ടിട്ടില്ലേ, അതേ നമ്പരാ ഇവിടെ നടന്നത്. ആ, ഒരു കുഴപ്പവും ഇല്ലാത്ത വീടാ. നീ ധൈര്യമായിട്ട് പോയി കച്ചവടം നടത്തിയിട്ട് വാ. ശരി, ഞാൻ അങ്ങേരെ ഒന്ന് വിളിക്കട്ടെ. ആ, നീ എന്തായാലും അയാളെ വിളിക്കേ. എടി, വരുമ്പോ ഒരു കുഴിമ തമിഴത്തിയുടെ പാട്ട്. നിങ്ങളെന്നെ പറ്റിച്ചല്ലേ ആ വീട് മേടിപ്പിച്ചത്. അവിടെ പ്രേതവും ഇല്ല, ഒരു ഭൂതവും ഇല്ല. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു മൈക്കും ഫിറ്റ് ചെയ്തിട്ട്. നിങ്ങൾ എന്ത് പറയുന്നേ? നമുക്കൊന്നും മനസ്സിലായില്ല. ഇന്നെന്റെ കൂട്ടുകാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന മൈക്ക് കണ്ടുപിടിച്ചല്ലേ? കണ്ടുപിടിച്ചോ? മര്യാദയ്ക്ക് പൈസ തന്നിട്ട് തിരിച്ചു മേടിച്ചോ? എനിക്ക് പറ്റത്തില്ല. നീ വേണമെങ്കിൽ അത് പകുതി പൈസക്ക് എനിക്ക് തന്നേരെ, ഞാൻ എടുത്തോളാം. നിങ്ങൾ വല്ലാത്ത ചതിയാ ചെയ്തത്. എനിക്കറിയാം എന്തോ ചെയ്യണോന്ന്. ഞാനത് വിറ്റോളാം. എടി മോളെ, നാട്ടുകാർ മൊത്തം അത് പ്രേതാലയമായിട്ടാ കണക്കാക്കുന്നത്. നീയൊക്കെ അത് വിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഉണ്ടാക്ക്, നമുക്ക് നോക്കാലോ. ആ, എനിക്കാണ് ഇപ്പം നിവൃത്തിയില്ല. ബാങ്കിൽ ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാൻ പോലും വഴിയില്ല. നിങ്ങളെ ഞാൻ കോടതി വച്ചിട്ട് പോടി ചെലക്കാതെ. അനുജൻ തനയനും മിത്രനും മതി കളിച്ചത്. ഡി കറമ്പി പോയാ പിന്നെ വിറകല്ലാടി, ആ പൊത്താമ്പരെ കിടക്കുന്ന വിറകല്ലാടി വാരി വെയിലത്തോട്ടിട്. വെയിൽ വന്നേക്കുന്ന സമയവാ. ഭവാനിയമ്മേ, രാവിലെ പല്ലുതേപ്പാന്നോ? എന്തൊരു മഴയാ, മഴ കൊണ്ട് വയ്യ. എൻ്റെ കൂടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് ബസ് കയറാൻ പെണ്ണുങ്ങള്. ആ, അതില്ലപ്പം പിന്നെ പെണ്ണുങ്ങൾക്കെല്ലാം കൂടി ഇപ്പം വണ്ടിക്കൂലി ഒന്നും വേണ്ടാലോ. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇപ്പം പെട്ടിയും കിടക്കെ എടുത്ത് അങ്ങ് കറങ്ങാൻ ഇറങ്ങിയിരിക്കുക. എന്തായാലും വീട്ടുകാരന്മാർക്കൊക്കെ സമാധാനമുണ്ട്. അല്ല, ഇനിയിപ്പം നിനക്കും ഒന്ന് കറങ്ങാം, ഫ്രീ ടിക്കറ്റിലേ ഒന്ന് കറങ്ങാം. ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യാറില്ല. വൈ ഷുഡ് ഐ? അല്ല, പെണ്ണുങ്ങൾക്ക് ആർക്കും ടിക്കറ്റ് വേണ്ട, അതാ ഞാൻ പറഞ്ഞത്. ഓ മൈ ഗോഡ്, വൈ ഷുഡ് ഐ? ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യാറില്ല. ദുബായിൽ ഞാൻ വൈകിട്ടത്തെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതേ ഉള്ളു. പാലുകാച്ച് പറയാനായിട്ട് വന്നാ, നമുക്ക് വേണ്ടപ്പെട്ടവരടുത്തൊക്കെ പറയണ്ടായോ? പിന്നെ എന്തുവാ, നാളെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക്, കാർഡൊന്നും ഇല്ല, നമ്മൾ പെട്ടെന്ന് എല്ലാവരോടും നടന്ന് പറയുക. ഉച്ചയ്ക്ക് 2 മണിക്കാട്ടോ പാലുകാച്ച്, വരണേ. പാലുകാച്ച് 2 വർഷം മുമ്പ് എന്തോ കഴിഞ്ഞല്ലായിരുന്നോ? അയ്യോ ഭവാനി അമ്മായി, അതൊന്നും പറയണ്ട കേട്ടോ. വീട് മൊത്തം ദോഷമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ എന്തുവാ പിള്ളേര്? യോ, ഇതേതാ ഈ കൊച്ചു? ആ കറുത്ത കൊച്ചേതാ? ഇത് നിങ്ങളുടെ കൊച്ചുമോളല്ലേ? ആ കറുത്ത പെണ്ണേതാ? ആ, അതെന്നെ മോന്റെ മോള്.
മറ്റേത് അപ്പുറത്തെ വീട്ടിലെ പെണ്ണും കൊച്ചാ, ചുമ്മാ ഇവിടെ വന്ന് കിടന്ന് കളിക്കുന്നതാ. അതാ ഞാനും ആലോചിച്ചത്, ഈ കുടുംബത്തിലൊന്നും ജനിക്കേണ്ടതല്ല. ഞാൻ പോയിട്ട് 4-5 വർഷമായില്ലയോ, എനിക്കറിയത്തില്ലല്ലോ. അതാ 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 കേട്ടോ. വരണേ, നോക്കട്ടെ. പിന്നെ നമ്മള് ബൊഫയാ. ബൊഫയാണ്. ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അത് കണക്കാക്കി വരണം. പിന്നെ എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി കുറേ 10-100 വീട്ടിൽ പറയാനുണ്ട്. ഞാൻ പോട്ടെ. ശരി എന്നാ. ചേച്ചി വരണേ കേട്ടോ. വരാം. ഞാൻ പോണേ. മോളെ വരണേ, കുഞ്ഞിനെ കൊണ്ടുവരണേ, ആ പെണ്ണിനെ കൊണ്ടുവരണ്ട. അതെന്താ അച്ചാമ്മേ അവളെ നമ്മുടെ ആരും അല്ലെന്ന് പറഞ്ഞേ? കറുത്ത് തൊലിഞ്ഞിരിക്കുന്നവളെ ഞാൻ പറയടി എന്റെ കൊച്ചുമോളാന്ന്. മോന്ത കണ്ടില്ലയോ, മോന്ത നോശൂലം. തിരുമോന്തയും കാണിച്ച് തിരുമുറ്റത്ത് വന്നങ്ങ് നിന്നോണം. ഓട്ടോകാരൊക്കെ ചോദിക്കുന്നു കറമ്പിപ്പെണ്ണ ഏതാന്ന്. പോപ്പുറത്ത് അശ്രീകരം. പാലുകാച്ചിന് പോകുമ്പോ വല്ലതും കൊടുക്കണ്ടായോ അമ്മേ? പൈസ കൊടുക്കണോ, വല്ല ഗിഫ്റ്റ് വല്ലതും മേടിച്ചു കൊടുക്കണോ? എന്തോ കൊടുക്കാനാ? വടക്കോട്ട് നിന്ന വീടെടുത്ത് തെക്കോട്ട് വെച്ചേനിപ്പോ എന്തോ കൊടുക്കാനാ? അയ്യോ, എന്നാലും ഒന്നും കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ. 2 വർഷം മുന്നല്ലേ അവളൊന്ന് പാല് കാച്ചിയത്, അന്ന് 300 രൂപ കൊടുത്തതാ. ഇനിയിപ്പോ ഈ വർഷം ഞാൻ പോയി കൊടുക്കാവക്ക്. അവിടെ പോയി വല്ലതും തിന്നിട്ട് വരണം. അതൊക്കെ മോശമല്ലേ അമ്മേ? ഞാൻ പോയി തിന്നോളാം, നിങ്ങൾ ആരും വരണ്ട. മോളോട് അമ്മ പറഞ്ഞല്ലേ ആ മഞ്ഞളൊക്കെ ഒന്ന് അരച്ചിടാനെന്ന്. മുഖമൊക്കെ കറുത്ത് കരിവാളിച്ചിരിക്കുന്നത്. ആ മഞ്ഞൾ ഇത് അമ്മ കലക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്. സത്യ നിന്റെ മോന്ത എന്തോ പോലെ ഇരിക്കുക, കറുത്ത്. നാണക്കേട് എനിക്കും ഉണ്ട്. ഞാൻ കളിക്കുന്നില്ല എന്റെ കൂടെ. ഹലോ സാർ, ഞാൻ അടയ്ക്കാം. ഞാൻ എത്രയും വേഗം ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്, പൈസ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് സാർ. ഹലോ, ലീഗൽ ആക്ഷൻസ് ഒന്നും എടുക്കല്ലേ പ്ലീസ്. ഞാൻ എത്രയും വേഗം അറേഞ്ച് ചെയ്ത് ബാങ്കിലെ പൈസയും പലിശയും മുതലും എല്ലാവരും അടയ്ക്കാം. എനിക്ക് ജീവിക്കണ്ട ഈ നശിച്ച ജീവിതം. തോറ്റു. വെളിമ്പി ജയിക്കട്ടെ. അമ്മേ, എന്തുവാടി ബഹളം വെക്കുന്നിടന്ന്? ഇത് കണ്ടോ? എന്തുവാ? ആക്ച്വലി എൻ്റെ ലൈഫിൽ ഈ 4-5 ദിവസമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇതുപോലെ ഞാനൊരു സൂയിസൈഡിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് Can I take a pic of yours? Can I take a pic of yours എന്ന് പറഞ്ഞിട്ട് ഒരു സായിപ്പൂട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. ആ ഒരു മൊമെൻറ്റ് അതുവരെ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സൂയിസൈഡ് ചെയ്യാൻ പോവല്ലേ, അതിന് മുൻപായിട്ട് കുറച്ച് പിക്സ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ പോസൊക്കെ ചെയ്തു. അപ്പം തന്നെ ഞാൻ തലചുറ്റി വീണു. കാര്യം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ടെൻഷനായിരുന്നു. ആ കുട്ടി തന്നെയാണ് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയതും. പിന്നീട് അങ്ങോട്ട് എന്താ പറയുക, ഞാൻ ഒരു 1-2 ഡേയ്സിൽ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോട്ടോസ് ഭയങ്കര വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. എല്ലാവരും ബ്ലാക്ക് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റും ഒക്കെ കണ്ട് എനിക്ക് സത്യമാണോ അത് സ്വപ്നമാണോ എന്നൊക്കെ കൺഫ്യൂഷനായിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളാണ് പറഞ്ഞു തന്നത് നിൻ്റെ ഫോട്ടോസൊക്കെ ഭയങ്കര വൈറലായിന്ന്. അത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നുമല്ല ആ ഫോട്ടോ വൈറലായത്. അത് ഫുള്ള് ആഫ്രിക്കയിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ ആ ഫോട്ടോസ് വൈറലാവുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്, അവരുടെ ആ ദൈവത്തിൻ്റെ ആ ഒരു ഫേസാണ് എനിക്കെന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ അപ്പോഴത്തേനും എനിക്ക് കുറേ മെസ്സേജസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനാകെ ഇതെന്താണ് എനിക്ക് ചുറ്റും നടക്കുന്നത്, എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് വട്ടായതാണോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
പിന്നെ ഇങ്ങനെ ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട് തരുമോ നമ്മൾ മേഡം എന്നൊക്കെ വിളിച്ചിട്ട് അയ്യോ ഞാനങ്ങനെ ഞെട്ടിപ്പോയി. പിന്നെ കുറേ ഇൻ്റർനാഷണൽ കോൾസ്. അപ്പോഴത്തേനും എനിക്കിപ്പം ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇതുപോലെ എത്ര പേയ്മെൻറ്റ് എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ചുമ്മാ പറഞ്ഞു 5 ലക്ഷം എന്ന്. അത് പറയാൻ റീസൺ ഉണ്ട്. ഞാൻ ആൾറെഡി ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെയാണ് ഞാൻ ഈ സൂയിസൈഡ് ചെയ്യാൻ നിന്നത്. സോ എൻ്റെ വായിൽ 5 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ 5 ലക്ഷം പറഞ്ഞത് അയാൾ ഓക്കെ അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം തരാം, ബാക്കി 25 lakhs പിന്നെ തരാം. എനിക്കറിയില്ല. പിന്നെ ഫോട്ടോഷൂട്ടിന്റെ ഒരു തരംഗമായിരുന്നു കേട്ടോ. പിന്നീട് ഈ 3-4 ദിവസം എൻ്റെ ഫോട്ടോസും വീഡിയോസും ഭയങ്കര വൈറലാണ്. എന്റെ ഓഡിയൻസ് ആണ്, സോഷ്യൽ മീഡിയ ഓഡിയൻസ് ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു മൊമെന്റിൽ നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കണമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നല്ല രീതിയിലാണ് നമ്മൾ ജീവിച്ച് വന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എവിടെയെങ്കിലും ദൈവം ഒരു കച്ചിത്തുറുമ്പ് തരും. അവിടെ പിടിച്ച് നമ്മൾ കയറിക്കോണം. ഇന്നിപ്പോൾ ഞാൻ അമേരിക്കയിലേക്കുള്ള ട്രിപ്പിന്റെ പ്രിപ്പറേഷനിലാണ്. എൻ്റെ ഫ്രണ്ടിനെ അതെ, ഞങ്ങൾ അമേരിക്കയിലൊക്കെ ഒന്ന് പോകുന്നുണ്ട്. അവിടുത്തെ പ്രസിഡന്റ് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ ആഫ്രിക്കയിലേക്ക് പോകണം. നമ്മുടെ പേരിൽ അവിടെ ദേവാലയമൊക്കെ പണിയുന്നുണ്ട്. സോ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. കേരളത്തിലേക്ക് വരിക എന്നുള്ളത് എനിക്കിവിടെ അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അമ്മ ഉണ്ട്, ഫാമിലിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയിൽ നിന്നൊക്കെ എനിക്ക് അതൊന്നും ഞാൻ പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സോ മാഡത്തിന്റെ ഫ്രണ്ട് അവിടെ ഇപ്പം പുള്ളിക്കാരി അവളുടെ വീട്ടിലേക്കൊന്ന് പോയേക്കുവാണ് കേട്ടോ. അവളുടെ രണ്ടാനമ്മ ഒന്ന് കാണാൻ എന്തോ ഗിഫ്റ്റ് എന്തോ കൊടുക്കണോന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനിതിരി ചോറെടുത്തിട്ട് നിങ്ങളെന്നെ തല്ലിയല്ലേ? എന്റെ അച്ഛനെ എന്നെയും തമ്മിൽ തെറ്റിച്ചല്ലേ? നിങ്ങൾക്ക് താങ്ക് യു മാഡം, ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്. നമുക്ക് അവളെ ഇന്ന് തന്നെ പോയി കാണണം. നമ്മൾ ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് പറഞ്ഞ്. ആരാ? എന്താ വേണം? എൻ്റെ അനിയത്തിയാ, ഒന്ന് കാണാൻ വന്നതാ. ഓ, ഇതാരെന്നല്ലേ ആ ചേട്ടത്തി? അമ്മയായിരിക്കും. എന്താണിപ്പോൾ ഇങ്ങോട്ട്? അനിയത്തി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വരക്കം. മോളെ, നമുക്ക് അവളെ ഒന്ന് കണ്ടാ മതി. അവൾ അമേരിക്കക്ക് പോവാന്ന് കേട്ട് കർബിയാന്ന് വിളിച്ച് അടിച്ചിറക്കി വിട്ടതാണല്ലോ. പിന്നെ എന്തോ പറ്റി? ഇല്ലാത്ത കുറ്റമല്ലാടി അവിടെ മയലി ചുമത്തി. എന്തൊക്കെ അനുഭവിച്ച്? ആ സമയത്ത് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ ഇങ്ങോട്ട്. അതിന് നീ എന്തിനിങ്ങനെയാണെന്ന് ചാടുന്നത്? അത് അന്നേരത്തെ ജീവിത സാഹചര്യത്തിൽ സംഭവിച്ചതാ. നിങ്ങളുടെ ജീവിത സാഹചര്യമൊക്കെ എനിക്ക് അറിയാം ചേച്ചി. പിന്നെ പൈസ വരുമ്പം ബന്ധുക്കാരൊക്കെ തേടി വരുമെന്ന് അറിയാം. അല്ല, നീയും പൈസ കണ്ടിട്ട് തന്നെയല്ലേ അവളുടെ കൂടെ നിൽക്കുന്നത്. അതിന് മുമ്പേ ഞാൻ അവളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടാ. നിന്റെ ആ രണ്ടാനമ്മ നിന്നെ അടിച്ചിറക്കി വിട്ടോണ്ടല്ലേ വന്ന് ഒട്ടിയത്. പിന്നെ വലിയ ഡയലോഗൊന്നും അടിക്കല്ലേ. നിങ്ങൾക്കിപ്പോൾ എന്തോ വേണ്ടത്? വീട്ടുവേലയ്ക്ക് ഒരു തള്ളേ വേണമെന്ന് പറഞ്ഞില്ലേ? തള്ള വന്നിട്ടുണ്ട്. തള്ളേ, വാ തള്ളേ. ഇതാണ് പറഞ്ഞ തള്ള. മുത്തശ്ശി, നിങ്ങളെന്തോ ഇവിടെ? നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്നേ? ഇവളുമാരെന്തിനാ ഇവിടെ വന്നേ? പണിക്ക് വല്ലോ വന്നോ മോളെ? നീയൊക്കെ എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടപ്പോൾ ഞാൻ തെരുവിൽ കിടന്ന് പുഴുത്തിയാവുമെന്ന് വിചാരിച്ചോടി. ഇത്ര നാൾ ഞാൻ കട്ടക്കമ്പനി പണിക്ക് പോയി. ഇവിടുത്തെ ഒരു കൊച്ച് എന്നെ തന്നെ വേണമെന്നും പറഞ്ഞ് എൻ്റെ മുതലാളിയെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ പണി എനിക്ക് കിട്ടിയേടി. മനസ്സിലായോ? 20,000 രൂപ ശമ്പളത്തിനാണ് ഞാൻ ഇവിടെ പണിക്ക് വന്നത്. നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്നത്? നീയൊക്കെ രണ്ടും എന്തിനാണ് ഇവിടെ വന്നത്? ആ തള്ളയായിരുന്നു ഈ തള്ളയല്ലേ? നല്ല തള്ള. എന്തായാലും നല്ലൊരു മരുമോനെ നിനക്ക് കിട്ടിയോണ്ട് നിന്റെ വീടും സ്ഥലവും എല്ലാം വിറ്റ് തോലച്ചല്ലോ. അതുകൊണ്ട് നിനക്കൊക്കെ ഇവിടെ പണിക്ക് വന്നെയാണോ? ഞാൻ പണിയെടുക്കുന്നിടത്ത് നീയൊന്നും വേണ്ട, ഇറങ്ങിക്കോ. താടിക്കാരാ, ഇവളുമാരെ പിടിച്ച് വെളിയിലിറക്ക്. നിങ്ങൾ ആറ് വീട്ടിലാ വന്നേന്നറിയോ? ഇത്രയും നാളെ കറുമ്പി എന്ന് വിളിച്ച് നിങ്ങൾ പരിഹസിച്ച, നിങ്ങളുടെ സ്വന്തം മകന്റെ ചോരയാണെന്ന് പോലും പരിഗണിക്കാതെ നിങ്ങൾ ആട്ടി പായിച്ച, ഇല്ലാത്ത കഥ പറഞ്ഞ് എന്നെ പോലും വെറുപ്പിച്ച നിങ്ങളുടെ കൊച്ചുമോടെ വീട്ടില് നിങ്ങൾ വേലയ്ക്ക് വന്നേ. സുന്ദരിയുടെ വീട്ടില്. ചിലപ്പോൾ അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. നല്ല മനുഷ്യനാണെങ്കിൽ അടിച്ചമർത്തിയവരുടെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കാം.